വരാൻ പറ്റും 3 ദിവസമായിട്ട് അവിടെ കിടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ രീതിയിൽ എനിക്ക് വരാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് അന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആരുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കാത്ത സാഹചര്യം വന്നു. അത് ക്ഷമിക്കുക. അതിനോടനുബന്ധമായിട്ട് നമ്മുടെ യൂത്തിൻ്റെ അജയ് ഒരു മെസ്സേജ് ഇട്ട് കണ്ടപ്പോൾ എനിക്ക് ദുഃഖം തോന്നി. കാരണം തെറ്റ് നമ്മുടെ ഭാഗത്താണെങ്കിൽ ഇത് ചെറിയവൻ പറഞ്ഞാലും കുഞ്ഞുങ്ങൾ പറഞ്ഞാലും നമ്മളത് അംഗീകരിക്കുക, സ്വീകരിക്കില്ല. അപ്പോൾ അത് ഒരു മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പുറത്തിറങ്ങിയ സമയത്താകും. അപ്പോഴേ ഞാൻ തോമസിനെ വിളിച്ച് ഇവരെ വിളിച്ച് എല്ലാവരെയും വിളിച്ചു. അപ്പം ജോർജ് പ്രസന്റ് സ്ഥലത്തില്ല, പലർക്കും പല കാര്യത്തിൽ ഇവനെ ഇല്ല, ആരുമില്ല. സെക്രട്ടറി അജയ് ഞാൻ മനഃപൂർവ്വമല്ല മോനെ അച്ഛൻ്റെ പരിപാടിക്ക് വരാതെ പോയതിന് ക്ഷമാപണം പുള്ളിയുടെ മനസ്സുകൊണ്ട് ആത്മാവിന് പോകുമ്പോൾ ഈ മനുഷ്യൻ്റെ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവർ എവിടെ ചെന്നാലും വേറെ ഏത് പ്രസ്ഥാനത്തിൽ പോയിട്ട് കാര്യം ചെയ്താലും ഇതാണ് അടിത്തറ എന്ന് ഈ പോകുന്നവർ ചിന്തിച്ചിരുന്നാൽ നല്ലതെന്ന് മാത്രം അനുസ്മരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് മറ്റു വ്യത്യാസമൊന്നുമില്ല. ഇന്ന് ഞാൻ ഫാർമസി ലീഗ് ഫോറത്തിൻ്റെ സംസ്ഥാന ചെയർമാനാണ്. ഫാർമസി ലീഗ് ഫോറത്തിൻ്റെ സംസ്ഥാന ചെയർമാൻ ആരാ? എസ് സി വർക്കി മരണപ്പെട്ടതിന് ശേഷം ഞാനാണെന്ന് പറയുമ്പോൾ ആ പ്രസ്ഥാനത്തിന് പോയിന്റ് ഔട്ട് ചെയ്യുന്ന എസ് വർക്കി. അപ്പം അതുകൊണ്ട് എല്ലാവരും അത് ചിന്തിക്കുക, ആ കാര്യത്തിൽ പോകും. ഇപ്പം എനിക്ക് അതിൻ്റെ ബേസിൽ അത് വരാൻ കാരണം ഇപ്പം നമുക്ക് നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവും. സംഘടനകളുടെ സ്വരാജ് എന്താണ് സ്വരാജ് പ്രത്യേകമുണ്ട്. സ്വരാജ് സംയുക്ത സമരം അത് 57 ദിവസമായി അവൻ പറയുന്നതാണ്. അത് നമ്മുടെ മൃഗമാണ്. അതിനെ കൊല്ലാൻ തന്നെ നമുക്ക് അനുമതി ഉണ്ടാകണം എന്നുള്ള ഒന്ന്. അത് വളരെ അനിവാര്യമായ കാര്യം. അതിൽ നിയമങ്ങൾ ഉണ്ട്. അത് തിരുത്തി കൊടുക്കണമെന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ കടബാധ്യതപ്പെട്ടിട്ടുള്ള കർഷകന് അവരുടെ കടങ്ങൾ എഴുതി തള്ളുക എന്നുള്ളത് ഭരണഘടനാനുസൃതമായി കൊണ്ട്